ആണവായുധം ഉൾപ്പെടെ കൂട്ടനശീകരണായുധങ്ങൾ ലോകസമാധാനത്തിന് ഭീഷണിയാണെന്ന് കുവൈത്ത്. ആണവ നിർവ്യാപന കരാറിൽ ഒപ്പുവെക്കാത്ത ഇസ്രായേലിനെതിരെ ലോകസമൂഹം മുന്നോട്ട് വരണമെന്ന് കുവൈത്ത് വിദേശകാര്യമന്ത്രി ഐക്യരാഷ്ട്രസഭയിൽ വ്യക്തമാക്കി. ആണവായുധങ്ങളുടെ നിർവ്യാപനമെന്ന വിഷയത്തിൽ ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൗൺസിലിൽ നടന്ന യോഗത്തിലാണ് കുവൈത്ത് വിദേശകാര്യമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. ആണവ കൂട്ടനശീകരണായുധമുക്തമായ ലോകം സാധ്യമാക്കണമെന്ന കുവൈത്ത് നിലപാടിൽ മാറ്റമില്ല. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ അന്താരാഷ്ട്ര കരാറുകളിലും തുടക്കത്തിൽ തന്നെ ഒപ്പുവെച്ച രാജ്യമാണ് കുവൈത്ത്. ആണവായുധങ്ങൾ നിർമ്മിക്കുന്നതും കൈവശം വെക്കുന്നതും മറ്റു രാജ്യങ്ങൾക്കെതിരെ പ്രയോഗിക്കുന്നതും ശക്തമായി അപലപിക്കപ്പെടണം. ആണവ നിർവ്യാപന കരാറിൽ ഒപ്പുവെക്കാത്ത ഇസ്രായേലാണ് പശ്ചിമേഷ്യൻ സമാധാന ശ്രമങ്ങൾക്ക് പ്രധാന വെല്ലുവിളിയെന്ന് ചൂണ്ടിക്കാട്ടിയ ഷെയ്ഖ് സവാൽ ഖാലിദ് ഇത്തരം രാജ്യങ്ങളെ ഒറ്റപ്പെടുത്താനും നയതന്ത്ര ബന്ധം വിച്ഛേദിക്കാനും ലോകസമൂഹം മുന്നോട്ട് വരണമെന്നും കൂട്ടിച്ചേർത്തു. മീഡിയ 1 കുവൈറ്റ് സിറ്റി. സൗദിയിൽ സാംസ്കാരിക മന്ത്രാലയത്തിനു കീഴിലുള്ള ദേശീയ പൈതൃക കമ്മീഷൻ പുനഃസംഘടിപ്പിക്കുന്നു. 11 സ്വതന്ത്ര കലാ സാംസ്കാരിക വകുപ്പുകളായാണ് പുനഃസംഘടന. ദേശീയ പരിവർത്തന പദ്ധതിയുടെ ഭാഗമായാണ് പുനഃസംഘടന. രാജ്യത്തെ കലാ സാംസ്കാരിക മേഖലയുടെ വികസനം ലക്ഷ്യമിട്ടാണ് വിവിധ വകുപ്പുകളാക്കി തിരിച്ചത്. മ്യൂസിയം, ചലച്ചിത്രം, പ്രദർശനം, ലൈബ്രറി, ഫാഷൻ, സംഗീതം, പൈതൃകം, സാഹിത്യം, പ്രസിദ്ധീകരണം തുടങ്ങിയ 11 സ്വതന്ത്ര വകുപ്പുകളായാണ് പുതിയ സംവിധാനം നടപ്പിലാക്കുകയെന്ന് സാംസ്കാരിക മന്ത്രാലയ വക്താവ് അബ്ദുൽ കരീം അൽ ഹമീദ് പറഞ്ഞു. സാംസ്കാരിക മന്ത്രാലയത്തിന്റെ മേൽനോട്ടത്തിലായിരിക്കും പുതിയ വകുപ്പുകൾ പ്രവർത്തിക്കുക. രാജ്യത്തിന്റെ സംസ്കാരം നിലനിർത്തുന്നതിനും വളർത്തുന്നതിനും പങ്കുവഹിക്കുക, ഉന്നതമായ ജീവിത നിലവാരമുണ്ടാക്കുക, രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് സംഭാവന നൽകുക തുടങ്ങിയ 3 മാർഗനിർദ്ദേശങ്ങളിലൂന്നിയാണ് പ്രധാനമായും പരിപാടികൾ സംഘടിപ്പിക്കുക. കഴിഞ്ഞ മാസം അവസാനം ചേർന്ന പ്രാദേശിക അന്താരാഷ്ട്ര ഏജൻസികളുടെ പ്രതിനിധികൾ പങ്കെടുത്ത സമ്മേളനത്തിലാണ് പുതിയ തീരുമാനം. പുതിയ വകുപ്പുകൾക്ക് കീഴിൽ 27 സാംസ്കാരിക ഇവന്റുകൾ രാജ്യത്ത് സംഘടിപ്പിക്കാനും ധാരണയായി. മീഡിയ 1 ദമാം. കുവൈത്തിൽ അനുമതിയില്ലാത്ത കാർ ഷെഡുകൾക്ക് വൻ തുക പിഴ നൽകേണ്ടി വരും. അനധികൃത കാർ ഷെഡുകൾക്ക് 5000 ദിനാർ വരെ പിഴ ഏർപ്പെടുത്താവുന്ന തരത്തിൽ മുനിസിപ്പൽ നിയമത്തിൽ ഭേദഗതി വരുത്താൻ അധികൃതർ തീരുമാനിച്ചു. കാർ ഷെഡുകളുടെ ഉയരം 3 മീറ്ററിൽ കൂടാൻ പാടില്ലെന്നും നിർദ്ദേശമുണ്ട്. കാർ ഷെഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട നിബന്ധനകൾക്ക് മുനിസിപ്പാലിറ്റി കരട് രൂപം തയ്യാറാക്കിയിട്ടുണ്ട്. ഇതനുസരിച്ച് വാണിജ്യ, ഇൻവെസ്റ്റ്മെന്റ്, വ്യവസായ, റിയൽ എസ്റ്റേറ്റ് കെട്ടിടങ്ങളുടെ പരിധിക്കുള്ളിൽ കാർ ഷെഡിന് അനുമതി നൽകില്ല. 3 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള കാർ ഷെഡുകൾ നിർമ്മിക്കുവാനോ വാഹനം നിർത്തിയിടാനല്ലാതെ മറ്റൊരാവശ്യത്തിന് ഇവ ഉപയോഗിക്കാനോ പാടുള്ളതല്ല. ഓരോ വർഷവും പുതുക്കണമെന്ന നിബന്ധനയോടെയാണ് കാർ ഷെഡ് നിർമ്മാണത്തിന് ലൈസൻസ് അനുവദിക്കുക. ലൈസൻസ് ഫീസായി മീറ്ററിന് 5 ദിനാർ എന്ന തോതിൽ ഈടാക്കും. നിബന്ധനകൾ പാലിക്കാത്ത കാർ ഷെഡുകൾ പൊളിച്ചു നീക്കാനും ഉടമകൾക്കെതിരെ ശിക്ഷാ നടപടി കൈക്കൊള്ളാനും അധികൃതർക്ക് ഏത് സമയവും അവകാശമുണ്ടായിരിക്കുമെന്നും മുനിസിപ്പാലിറ്റിയുടെ കരട് നിയമാവലിയിൽ പറയുന്നു. മീഡിയ 1 കുവൈറ്റ് സിറ്റി. വടകരയിലും തിരുവനന്തപുരത്തും CPM BJP രഹസ്യധാരണയെന്ന് യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസ്. SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ മധ്യവർത്തിയാക്കിയാണ് രഹസ്യധാരണയെന്നും ഫിറോസ് മീഡിയ 1 പറഞ്ഞു. KMCC മലപ്പുറം ജില്ലാ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പങ്കെടുക്കുന്നതിന് ദമാമിലെത്തിയതായിരുന്നു PK ഫിറോസ്. വടകര എങ്ങനെയെങ്കിലും ജയരാജനെ ജയിപ്പിക്കുക എന്നുള്ളത് CPMനെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിമാന പോരാട്ടമാണ്. അപ്പോൾ നേരത്തെ ശ്രീ പിണറായി വിജയനും മന്ത്രിമാരുമൊക്കെ വെള്ളാപ്പള്ളി നടേശനെ കണ്ടത് തിരുവനന്തപുരത്തും അതുപോലെ തന്നെ വടകരയിലും ഇത്തരത്തിലുള്ളൊരു സഖ്യമുണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു ആലോചനയുടെ ഭാഗമായിട്ടാണെന്ന് ഞങ്ങൾ സംശയിക്കുന്നുണ്ട്. പ്രളയം വഴി ഇടതുപക്ഷം കേരളത്തിൽ കൂട്ടക്കുരുതിയാണ് നടത്തിയത്. ഒരു കൂട്ടക്കൊലയാണ് യഥാർത്ഥത്തിൽ കേരളത്തിൽ നടന്നിട്ടുള്ളത്. ഇത് പിന്നെ നേരത്തെ ഡോക്ടർ MK മുനീർ പറഞ്ഞതുപോലെ ബാറ് തുറക്കുന്നത് പോലെ ഡാം തുറന്നപ്പോൾ സംഭവിച്ച ഒരു ദുരന്തമാണ്. അതിന് ഇടതുപക്ഷം ഉത്തരവാദിത്വം മറുപടി പറഞ്ഞേ തീരുകയുള്ളൂ. SDPAയുമായി ലീഗ് ചർച്ച നടത്തിയിട്ടില്ല. SDPയുടെ സ്ഥാനാർത്ഥികൾ മത്സരിക്കുമ്പോൾ ലീഗിന്റെ ഭൂരിപക്ഷം കൂടുന്നതും അവർ മത്സരിക്കാതിരിക്കുമ്പോൾ ലീഗിന്റെ ഭൂരിപക്ഷം കുറയുന്നതാണ് കാണുന്നത്. എന്ന് പറഞ്ഞാൽ അവർ പിടിക്കുന്ന വോട്ടുകൾ ലീഗ് വിരുദ്ധ വോട്ടുകളാണ്. അവർ മത്സരിക്കാതിരിക്കുമ്പോൾ ലീഗ് വിരുദ്ധ വോട്ടുകൾ അപ്പുറത്തുള്ള ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് പോകുന്നു എന്നുള്ളതാണ് കണക്കുകൾ പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. പിന്നെ എങ്ങനെ നമുക്ക് അവരുമായി ചർച്ച നടത്തണം? നൌഷാദ് ഇരിക്കൂർ, മീഡിയ 1 ദമാം. സൗദിയിലെ ദമാം ലുലുവും മലബാർ അടുക്കള കൂട്ടായ്മയും ചേർന്ന് സംഘടിപ്പിക്കുന്ന തനിനാടൻ ഭക്ഷ്യമേളയ്ക്ക് തുടക്കമായി. മലബാറിന്റെ നാടൻ വിഭവങ്ങളുമായി ലുലു മാളിലാണ് മേള സംഘടിപ്പിച്ചിരിക്കുന്നത്. മലബാർ അടുക്കള കൂട്ടായ്മയിലെ അംഗങ്ങളായ വനിതകളാണ് സംഘാടകർ. വീടുകളിൽ പാചകം ചെയ്ത മലബാറിലെ നാടൻ വിഭവങ്ങളായ മുട്ടമാല, ചട്ടിപ്പത്തിരി, ഇറച്ചിയട, ഉന്നക്കായ തുടങ്ങിയ വിഭവങ്ങളാണ് ഭക്ഷണപ്രേമികൾക്കായി ലുലു മാളിൽ ഒരുക്കിയിരിക്കുന്നത്. മലബാറിന്റെ തനത് രുചികൾ, അതായത് അമ്മിക്കല്ലിൽ അരച്ചെടുക്കുന്ന ചമ്മന്തി, മുളങ്കുറ്റി പുട്ട്, കല്ലിൽ ചുട്ടെടുക്കുന്ന കട്ടിയപ്പം, ലക്കോട്ടിയപ്പം, അങ്ങനെ എല്ലാം തനി നാട് രീതിയിലുള്ള വിഭവങ്ങൾ ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ലുലു ഗ്രൂപ്പുമായി സഹകരിച്ചുകൊണ്ടുള്ള ഞങ്ങളുടെ ഫുഡ് ഫെസ്റ്റ് അത്
ഇന്ന് 4ാമത്തെ ദിവസമായി. ലുലു ഗ്രൂപ്പിന്റെ എല്ലാ പിന്തുണയ്ക്കും വളരെയധികം നന്ദി അറിയിക്കുന്നു. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം തന്നതിൽ. സൗദിയിലെ ലുലു ഔട്ട്ലെറ്റുകളിൽ സംഘടിപ്പിച്ചു വരുന്ന ഭക്ഷ്യമേളയുടെ ഭാഗമായി ലോകോത്തര വൈവിധ്യങ്ങൾ നിറഞ്ഞ വിഭവങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. 2 ആഴ്ചയായി തുടരുന്ന മേള നാളെ സമാപിക്കും. മീഡിയ 1 ദമാം. GCCയിലെ പ്രമുഖ ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർ ശൃംഖലയായ ഗിഫ്റ്റ് വില്ലേജ് സലാലയിൽ പ്രവർത്തനം ആരംഭിച്ചു. ഉദ്ഘാടന ചടങ്ങിൽ ചേംബർ ഓഫ് കൊമേഴ്സ് വൈസ് ചെയർമാൻ മുഖ്യാതിഥിയായിരുന്നു. അൽസലാം സ്ട്രീറ്റിൽ ചൗക്ക് സിഗ്നലിന് സമീപമായാണ് ഇരുനിലകളുള്ള ഷോറൂം ആരംഭിച്ചത്. ചേംബർ ഓഫ് കൊമേഴ്സ് വൈസ് ചെയർമാൻ ഷെയ്ഖ് സുൽത്താൻ അലി അൽ ഹാദരിയും ഗ്രൂപ്പ് ചെയർമാൻ സാലിം സുറൂർ അലി അൽ നോബിയും ചേർന്ന് ഷോറൂം ഉദ്ഘാടനം ചെയ്തു. ഇലക്ട്രോണിക്സ്, വാച്ചുകൾ, പെർഫ്യൂം, സ്റ്റേഷനറി, ഹൗസ് ഹോൾഡ്, ഫാൻസി ഐറ്റംസ് എന്നിവയുടെ വിപുല ശേഖരമാണ് ഇവിടെയുള്ളത്. സലാലയിൽ നമുക്ക് വളരെ നല്ല പോസിറ്റീവായിട്ടുള്ള പ്രതികരണമാണ് പ്രവാസികളിൽ നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഗുണമേന്മയുള്ള സാധനങ്ങൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ലഭ്യമാക്കുക എന്നുള്ളതാണ് നമ്മുടെ സ്ഥാപനത്തിൻ്റെ ലക്ഷ്യം. നാട്ടിൽ പോകുന്ന പ്രവാസികൾ തീർച്ചയായും നമ്മുടെ സ്ഥാപനം ഒരിക്കലെങ്കിലും സന്ദർശിച്ചിരിക്കണം എന്നുള്ളതാണ് നമ്മുടെ റിക്വസ്റ്റ്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സന്ദർശകരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് വിവിധ സമ്മാനങ്ങളുണ്ട്. സൗദി, ബഹ്റൈൻ തുടങ്ങി മറ്റു രാജ്യങ്ങളിലും ശാഖകളുള്ള ഗിഫ്റ്റ് വില്ലേജിന്റെ ഒമാനിലെ ആദ്യ ശാഖയാണ് സലാലയിൽ ആരംഭിച്ചത്. ഒമാനിലെ ഞങ്ങളെ സെക്കൻഡ് ഷോറൂം അടുത്ത മാസം നമ്മൾ മസ്കറ്റിൽ ഓപ്പൺ ചെയ്യുന്നതാണ്. ഡയറക്ടർമാരായ ഉമർ നീരാണി, അമീർ ഷാ പാണ്ടിക്കാട്, മാനേജർ ഷഫീഖ് എന്നിവർ സംബന്ധിച്ചു. മീഡിയ 1 സലാല. പ്രതിഫലത്തിന്റെ കാര്യത്തിൽ ലോകത്ത് നിലനിൽക്കുന്ന സ്ത്രീ പുരുഷ അന്തരത്തിലേക്ക് വിരൽ ചൂണ്ടുകയാണ് ദുബൈയിൽ നടക്കുന്ന ചിത്ര പ്രദർശനം. സ്ത്രീകൾക്ക് കുറഞ്ഞ വേതനം മാത്രം നൽകുന്ന വിവേചനം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ് വേൾഡ് ആർട്ട് ദുബൈയിൽ പ്രദർശിപ്പിക്കുന്ന പാതി മാത്രം വരച്ച ചിത്രങ്ങൾ. 19 കലാകാരികളാണ് ചിത്രങ്ങൾ തയ്യാറാക്കിയത്. വേൾഡ് ആർട്ട് ദുബൈയിലെ ആർട്ട് ഗ്യാപ്പ് എന്ന പ്രദർശനത്തിലാണ് വേതനത്തിന്റെ കാര്യത്തിൽ വനിതകൾ അനുഭവിക്കുന്ന വിവേചനം വരച്ചുകാട്ടുന്നത്. കലാരംഗത്ത് പോലും ഈ വിവേചനം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പകുതി മാത്രം വരച്ച് മുഴുമിപ്പിക്കാത്ത ചിത്രങ്ങൾ പ്രദർശിപ്പിച്ച് കലയിലൂടെ ഇവർ കലാപക്കൊടി ഉയർത്തുകയാണ്. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ പഠന റിപ്പോർട്ട് അനുസരിച്ച് കലാരംഗത്തെ പുരുഷന്മാരെ അപേക്ഷിച്ച് 47.6% കുറവ് വേതനമാണ് വനിതകൾക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചിത്രങ്ങൾ 52.6% മാത്രമേ പൂർത്തിയാക്കിയിട്ടുള്ളൂ. Just basically to make people aware of this is how much you're paying for. Although the work is an entire canvas, but you're paying for this much. And hopefully the idea is not to have there's no gender war going on here, because we're happy for our male counterparts to get what they do. We just want to be paid the same. 11 രാജ്യങ്ങളിൽ നിന്നുള്ള 16 കലാകാരികളാണ് ഈ പ്രദർശനത്തിൽ പങ്കെടുക്കുന്നത്. കലാരംഗത്ത് മാത്രമല്ല വിവിധ മേഖലകളിൽ വനിതകൾ സമാനമായ വിവേചനം നേരിടുന്നുണ്ട്. അമേരിക്കയിൽ പോലും വനിതകൾക്ക് പുരുഷന് നൽകുന്ന വേതനത്തിന്റെ പകുതി മാത്രമേ നൽകുന്നുള്ളൂ എന്നും ഇവർ പറയുന്നു. മീഡിയ 1 ദുബായ്.